യു എയിൽ ജോബ് എന്നൊരു ഓപ്ഷൻ കഴിഞ്ഞിട്ടുള്ളത് നെക്സ്റ്റ് എല്ലാവരും നോക്കുന്ന ഒരു കാര്യമാണ് റൂം റെൻറ്റും റൂമും കാര്യങ്ങളൊക്കെയാണ്. അപ്പം നോർമലി ഇവിടെ യു എയിലൊക്കെ ബെഡ് സ്പേസ് എന്നാണ് പറയുന്നത്. അപ്പം അത് അറിയാത്തവരാണെങ്കിൽ നാട്ടിലുള്ളവർക്കൊന്നും അറിയാത്തവരായിരിക്കും. ചിലപ്പം പുതിയതായിട്ട് വരുന്നവരൊക്കെ ആണെങ്കിൽ ഈ ബെഡ് സ്പേസ് എന്താണെന്നുള്ളത് എന്തായിരിക്കും എന്ന് ആലോചിക്കുന്നവരുണ്ടാവും. അപ്പം ഞാനൊക്കെ ആണെങ്കിൽ നോർമലി ബെഡ് സ്പേസോ എന്നിങ്ങനെ ആലോചിക്കാം കേട്ടോ. അപ്പം നോർമലി ബെഡ് സ്പേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള ഹോസ്റ്റലുകൾ തന്നെയാണ്. ഇപ്പോൾ ഒരു ഹോസ്റ്റലിൽ മിനിമം 3 പേരോ അല്ലെങ്കിൽ 5 പേരോ അതിൽ കൂടുതൽ പേരുള്ളവരും ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഒരു ഹാള് പോലെയൊക്കെ ആയിട്ട് ഒരു 10-15 പേരൊക്കെ ഉള്ളവരുണ്ട്. അപ്പോൾ മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക, ബെഡ് സ്പേസ് തന്നെ നല്ലതൊക്കെ കിട്ടും. 3 പേരുള്ളതൊക്കെ ആണെങ്കിൽ നിങ്ങൾ ബെഡ് സ്പേസ് നോക്കുന്നവരാണെങ്കിൽ 3 പേരുള്ളതൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുള്ളത്, നമ്മൾ ഓരോ പ്ലേസും ഇപ്പം യു എ തന്നെ അബുദാബി, ഷാർജ, അജ്മാൻ, ദുബായിലൊക്കെ ഓരോ റൂമാണെങ്കിലും റൂം റെൻ്റ് ആണെങ്കിലും വളരെ ഡിഫറെൻ്റ് ആയിരിക്കും കേട്ടോ. ഇപ്പോൾ ഒരു റൂമാണെങ്കിൽ കമ്പാരിറ്റീവ്ലി ഇപ്പം ഒരു ബെഡ് സ്പേസ് ആണെങ്കിൽ അബുദാബി നോക്കുകയാണെങ്കിൽ നല്ല ക്ലീൻ ആയിരിക്കും, ചെറിയൊരു എമൗണ്ട് ആയിരിക്കും. അപ്പം കുറച്ച് പേര് 2-3 പേരായിരിക്കും, നല്ല ക്ലീൻ ആയിട്ടുള്ള റൂമായിരിക്കും. പക്ഷേ കമ്പാരിറ്റീവ്ലി അത് ദുബായ് നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ കൺജസ്റ്റഡ് ആയിരിക്കും. ഒരു റൂമിൽ ഇപ്പം 10 പേരുള്ളവരുണ്ട്, 10 കൂടുതലുള്ളവരുണ്ട്. പിന്നെ ഒരു മിനിമം 3 പേരൊക്കെയുള്ള റൂമാണെങ്കിൽ ബെഡ് സ്പേസിൽ നിങ്ങൾ നിൽക്കുന്നവരാണെങ്കിൽ മിനിമം ഒരു 3 പേരുള്ളൊക്കെ ആണെങ്കിൽ നോക്കുക. പിന്നെ ഇവിടെ പാർട്ടീഷൻ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. പാർട്ടീഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബെഡ് സ്പേസിനൊക്കെ ഒരു 600, 700, 800 എന്തായാലും ഒരു 1000 ദിറംസിൻ്റെ ഉള്ളിൽ, അത് ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്ലേസ് വരുമ്പോഴാട്ടോ. ഇപ്പോൾ അബുദാബിയിൽ വരികയാണെങ്കിൽ ഒരു 700 ദിറംസ് കൊടുത്താൽ പോലും നല്ലൊരു റൂം കിട്ടും. പക്ഷേ അത് ദുബായിൽ വരുമ്പോൾ ഒരു 900,000 ദിറംസൊക്കെ ആയിരിക്കും ബെഡ് സ്പേസിൽ നിൽക്കേണ്ടത്. അപ്പോൾ സ്ഥലം ചേഞ്ച് ആവുന്നതനുസരിച്ച് റൂം റെൻറ്റും കൂടാനും ചാൻസ് ഉണ്ട്. അത് മെയിനായിട്ട് നോട്ട് ചെയ്ത് വെക്കാം. പിന്നെ യു എയിലാണെങ്കിൽ ഇപ്പോൾ ദുബായിലാണെങ്കിൽ കുറച്ചും കൂടെ കൺജസ്റ്റഡ് ആയിരിക്കും, നല്ല വൃത്തി അങ്ങനെ ക്ലീനിങ് ഒന്നും അത്രയൊന്നും ഇല്ലാത്തതായിരിക്കും. പക്ഷേ അബുദാബി നോക്കുകയാണെങ്കിൽ അത് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഓരോ പ്ലേസും ഓരോ റൂമാണെങ്കിലും ഇപ്പം ഡിഫറെൻ്റ് ആയിട്ടായിരിക്കും വരുന്നത്. പിന്നെ മെയിനായിട്ട് വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ പാർട്ടീഷൻ അലൗഡാണ്. പാർട്ടീഷൻ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഒരു ചെറിയ റൂമാണെങ്കിൽ അത് 2 പേരെയൊക്കെ നിൽക്കാൻ പറ്റുന്നതാണ്. ഇപ്പം നാട്ടിലെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് വരുന്നവരാണെങ്കിൽ അതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ ഓപ്ഷൻ. അതാകുമ്പം ആ ഒരു റൂമിൽ നിങ്ങൾ 2 പേരും മാത്രമേ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ 2-3 പേര് ഇപ്പോൾ അങ്ങനെ ഷെയർ ആക്കി എടുക്കുകയാണെങ്കിൽ 2-3 പേർക്കൊക്കെ നോക്കിയിട്ട് എടുക്കുക. അത് നല്ലൊരു ഓപ്ഷനാണ്. നമുക്ക് അറിയാത്തവർ കൂടെ നിൽക്കുന്നതിനേക്കാൾ നല്ലത് അറിയുന്ന ഫ്രണ്ട്സൊക്കെ കൂടെ നല്ല റൂംസൊക്കെ എടുത്ത് നല്ല ക്ലീനൊക്കെ ആയിട്ടുള്ള കിട്ടും. അപ്പോൾ നാട്ടിൽ നിന്ന് വരുന്നവരാണെങ്കിൽ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം റൂമാണ്. നമ്മൾ റൂമിന് നാട്ടിലായിട്ട് കമ്പാരിറ്റീവ് ചെയ്യരുത്. നല്ല എക്സ്പെൻസീവാണ് റൂം ഇവിടെ. ദുബായിലാണെങ്കിൽ പറയുകയും ചെയ്യേണ്ട, നല്ല രീതിയിൽ നമുക്ക് ദുബായിൽ എക്സ്പെൻസ് കൂടുതലാണ് കുറച്ചും കൂടെ. റൂം റെൻ്റ് ആണെങ്കിൽ ബാക്കിയുള്ള എലവൻസ് കാര്യങ്ങളൊക്കെ. അപ്പം നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം നല്ല റൂം നോക്കുക. അതും ഏറ്റവും ബെസ്റ്റായിട്ടൊരു ഓപ്ഷൻ എന്ന് പറയുകയാണെങ്കിൽ നമ്മളിപ്പം അധികം എല്ലാ സ്ഥലത്തും പോയി വരാൻ പറ്റുന്നു. ഇപ്പോൾ ദുബായിലാണെങ്കിൽ ഒരു മിഡിലായിട്ടുള്ളൊരു സ്ഥലത്തൊക്കെ നോക്കുക. അപ്പോൾ ജോബിന് പോയി വരാനും എളുപ്പമാണ്. മെട്രോ ഒക്കെ ചൂസ് ചെയ്യുന്നതൊക്കെയാണ് ബെറ്റർ. അപ്പോൾ ഇതെന്തായാലും ഫോക്കസ് ചെയ്യാട്ടോ, നല്ല റൂം നോക്കുക. അതുപോലെ തന്നെ റൂം നോക്കാൻ വരുമ്പോൾ ജസ്റ്റ് ഒരു റൂം കണ്ടിട്ട് നിങ്ങൾ ഓക്കെ എന്ന് പറഞ്ഞ് പോകുന്നേക്കാൾ ബെറ്റർ ഒരു 2-3 റൂംസൊക്കെ നോക്കിയിട്ട് അതിലേതാണോ ബെറ്റർ അത് നിങ്ങൾ ചൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കുറേ പേര് ഈ റൂം എങ്ങനെ കിട്ടുക എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, റൂമിന് എത്ര റെൻറ്റ് വരുന്നതൊക്കെ. അത് ഡിഫറെൻ്റ് ആയിട്ടാണ് വരുന്നത്. ഈ റൂം റെൻറ്റ് വരുമ്പം ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ അബുദാബിയിലാണെങ്കിൽ വേറൊരു എമൗണ്ട്, അജ്മാനൊക്കെ ആകുമ്പോൾ നല്ല കുറവാണ് വരുന്നത്, ഷാർജ അജ്മാനൊക്കെ നല്ല കുറവാണ് വരുന്നത്. പക്ഷേ ദുബായ് വരുമ്പോൾ കുറച്ചും കൂടെ റേറ്റ് കൂടും, കുറച്ചും കൂടെ കൺജസ്റ്റഡ് ആയിട്ടുള്ള ഏരിയ ആയിരിക്കും. അപ്പോൾ ഇത് മെയിനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെന്താ, ഇപ്പോൾ ഇങ്ങനെ കാര്യങ്ങൾ ഇപ്പോൾ കറക്റ്റായിട്ട് നമുക്കൊരു ഇത്ര വരും റൂം റെൻ്റെന്ന് പറയാൻ പറ്റില്ല. എന്നാലും ദുബായിൽ നോക്കുന്നവരാണെങ്കിൽ ഒരു 1000 ദിറംസ് നിങ്ങൾ മാക്സിമം എടുത്ത് വയ്ക്കുക റൂമിന് വേണ്ടിയിട്ട്. കാരണം ഒരു മാസമൊക്കെ ഒരു 1000 ദിറംസിൻ്റെ ഉള്ളിലായിരിക്കും റൂം റെൻറ്റ് കൊടുക്കേണ്ടി വരിക. 500 ദിറംസിനൊക്കെ കിട്ടും. പക്ഷേ കുറച്ചും കൂടെ ക്ലീൻ വേണം, അല്ലെങ്കിൽ കുറച്ചും കൂടെ നിങ്ങൾക്കൊരു 2-3 പേരുള്ളൊക്കെ റൂമാണെങ്കിൽ ഒരു 1000 ദിറംസൊക്കെ കൊടുക്കേണ്ടി വരും. 1000ൻ്റെ ഉള്ളിൽ കേട്ടോ, മാക്സിമം 1000 വരെ പോവുള്ളൂ. അപ്പം നിങ്ങൾ മെയിനായിട്ട് ഇതൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നാട്ടിൽ നിന്ന് യു എയിലോട്ടൊക്കെ വരുന്നവരാണെങ്കിൽ ഫസ്റ്റ് റൂമിൻ്റെ കാര്യം സെറ്റ് ചെയ്യാം. പിന്നെ വേണമെങ്കിൽ ജോബ് നോക്കാം. കാരണം നമ്മൾ ഒന്ന് സേഫായിട്ട് നിന്നിട്ട് ജോബ് നോക്കുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ. പിന്നെ നല്ലൊരു സ്ഥലത്തൊക്കെ നോക്കാം. പിന്നെ നമുക്ക് ജോബൊക്കെ കിട്ടുന്ന അനുസരിച്ചിട്ട് മാറാൻ പറ്റും. ഇപ്പോൾ ഒരു കുറച്ചും കൂടെ ലോങ് ആണെങ്കിൽ നമുക്ക് അവിടത്തേക്ക് മാറാൻ പറ്റും. ഒരു മാസം കൂടെ കഴിഞ്ഞാൽ മാറാം. അങ്ങനെ ഒരു ഓപ്ഷൻസൊക്കെ ഉണ്ട്. അതൊക്കെ നോക്കിയിട്ട് ചെയ്യാം. നെക്സ്റ്റ് ഒരു വീഡിയോ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്യാം. ബൈ.